അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം രാത്രി ഷമ്മാസും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷമ്മാസ് ആ ഒരു കാര്യം പറഞ്ഞത്. ഹിജാബി, എന്താ അത്? കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ദിവസങ്ങളായി, പക്ഷേ ഹണിമൂൺ ആഘോഷിക്കാനൊന്നും എങ്ങോട്ടും പോയില്ല. എൻ്റെ മനസ്സിലാണെങ്കിൽ വേറൊരു പ്ലാനിങ്ങും ഉണ്ട്. എന്താ, നിൻ്റെ തീരുമാനം പോലെ ആക്കാം. അവൾ പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ല. നിനക്ക് എന്താണ് ഇഷ്ടം? എന്തൊക്കെ തന്നെയായാലും ആഗ്രഹം സാധിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഒരു നിമിഷം ഹിജാബി എന്ത് പറയണം എന്നറിയാതെ മിണ്ടാതെ നിന്നു. എന്താ, ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഞാൻ എന്ത് മിണ്ടാനാ? നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെയല്ലേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, പറയുന്നത്, അതിനനുസരിച്ച് ഞാനതേ നിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊരിഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ പക്ഷേ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് പറയട്ടെ. എൻ്റെ ഇഷ്ടം അല്പം റേറ്റ് കൂടിയതാണ്. ഷമ്മു, സത്യമായിട്ടും റേറ്റ് കൂടിയ സ്വപ്നമോ? അങ്ങനെയുണ്ടോ? സ്വപ്നം കാണാൻ എന്തിനടി ക്യാഷ്? അല്ല, സത്യമായിട്ടും എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. ആദ്യമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കൊതിക്കുന്നതും അതുതന്നെയാണ്. എന്താ, പേരില്ലേ ആ സ്ഥലത്തിന്? വയനാടാണോ? അതോ ഇടുക്കി, മൂന്നാർ, മലമ്പുഴ, കണ്ണൂർ, എവിടേക്കാണ്? അതോ നല്ല തണുപ്പുള്ള കുളു മണാലി, മലേഷ്യ? ഞാൻ ജോലി ചെയ്ത മലേഷ്യ, അങ്ങോട്ടാക്കിയാലോ? അതൊന്നുമല്ല ഷമ്മു, എനിക്കിഷ്ടം എൻ്റെ പറഞ്ഞോളൂ. എന്ത് മടിക്കുന്നത്? എൻ്റെ ഹബീബിൻ്റെ ചാരത്തേക്കൊന്ന് പോകാനാണ് എനിക്ക് ആഗ്രഹം. മാഷാ അല്ലാ, സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചതാണ് കേട്ടോ. സത്യമായിട്ടും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നീ എന്ത് പറയുമെന്നുള്ളത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എൻ്റെ പെണ്ണ് നല്ല സ്വാലിഹത്തായ പെൺകുട്ടി തന്നെയാണ് എന്നതാ വീണ്ടും നീ തെളിയിച്ചിരിക്കുന്നു. ഷമ്മാസ് അവളുടെ കൈ പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്തു നെറുകിലൊരു ചുംബനം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഹിജാബി, നീ എനിക്ക് പറ്റിയ പെണ്ണ് തന്നെ. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നീ അറിയുന്നു, നിൻ്റെ ഇഷ്ടങ്ങൾ ഞാനും അറിയുന്നു. അപ്പോൾ ഉമ്മ എന്നോട് ഇന്നലെ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് ഷമ്മാസ് ഇതുവരെ ടൂറ് പോയിട്ടില്ല എന്നുള്ളൊരു പരാതി ചിലർക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഉമ്മയുടെ ആഗ്രഹവും ഇതുതന്നെയായിരുന്നു. മോനെ ഷമ്മാസേ, ആ നേർച്ച എനിക്ക് വീട്ടാറുണ്ടിട്ട് മോനെ. നുസൈബ ഇവിടെ വന്ന് കയറി തിരിച്ച് യാതൊരു കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫൈസൽ കൊണ്ടുവന്നാൽ എന്നായിരുന്നു. പക്ഷേ അവനല്ലെങ്കിലും അനിയനായ ഷമ്മാസ് അത് നിറവേറ്റിയല്ലോ. എന്തൊക്കെ തന്നെയാലും നേർച്ചക്കടം ഓക്കെ, അതെനിക്ക് കടം തന്നെ. എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ എൻ്റെ അടുക്കൽ വന്ന് ചേർന്നല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാ മോനെ, വൈകാതെ തന്നെ ഓൾക്ക് പാസ്പോർട്ടൊക്കെ എടുക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാ ഉമ്മ അടുത്ത മാസം എന്ന് ഷമ്മാസ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അവന് തോന്നി, വേണ്ട, എന്തിന്, ഈ മാസം തന്നെ അങ്ങ് ആവാലോ. 15 ദിവസത്തോളം ഞാനും ഉമ്മയും അവളും കൂടി അതാ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുന്നു. അൽഹംദുലില്ലാ, അവിടെയുള്ള കാണുവാനുള്ള കാഴ്ച സ്ഥലങ്ങളെല്ലാം കാണുന്നു. പക്ഷേ ഷമ്മാസിന് ഉംറ ഗ്രൂപ്പിൽ പോകുവാനൊട്ടും താല്പര്യമില്ലായിരുന്നു. അവന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് പോകാനായിരുന്നു താല്പര്യം. അങ്ങനെയാകുമ്പോൾ അവനാൻ്റെ ഇഷ്ടത്തിന് റൂം എടുക്കാം, അതുമാത്രമല്ല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ കാണാനും പോകാം. അതായിരുന്നു ഷമ്മാസ് ആഗ്രഹിച്ചിരുന്നത്. ഉമ്മ പറഞ്ഞിരുന്നു, മോനെ, ഉംറ ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ള നമുക്ക് പരിചയമുള്ള. ഉമ്മ, അതൊന്നും വേണ്ടല്ലോ, നമുക്കങ്ങ് ഒരുമിച്ച്. പക്ഷെ അപ്പോഴാണ് മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട് ഉമ്മ അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഡിസ്കസ് അവിടെ മൗനത്തിൽ അവസാനിച്ചത്.
പിന്നീടാണ് മക്കളെയും കൊണ്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങും വന്നത്. എന്തൊക്കെയായാലും ഇൻഷാ അല്ലാ നോക്കാം. ഷമ്മാസ് ഓരോന്നാലോചിച്ചു. ഹിജാബി, നിന്റെ സ്വപ്നം അതാണല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുക്കലേക്ക് പോകണം, ഉംറ ചെയ്യണം. അത് കഴിഞ്ഞ് വന്ന് ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാം അലൈക സയ്യിദിയ റസൂലല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം. ഹബീബിൻ്റെ ചാരത്തിരിക്കണം. അതൊക്കെയാണല്ലോ ഇൻഷാ അല്ലാ. ഷമ്മാസിന് ഈ ആരോഗ്യവും ഇത്ര സമ്പത്തും പടച്ചിറബ് തന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും, അതുറപ്പാണ്. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും നുസൈബ പുളകിതയായി. റഹ്മാനെ, അൽഹംദുലില്ലാ, ഒരു കാലത്ത് ഞാനല്പം കഷ്ടപ്പെട്ടു എങ്കിലും ഇപ്പോഴിതാ അൽഹംദുലില്ലാ റാഹത്തോടെയുള്ള ജീവിതമാണ് എനിക്ക്. ആ സമയത്തതാ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നു. നുസൈബ ഫോൺ എടുക്കുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, എന്തൊക്കെയുണ്ട് വർത്താനം? ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മ, അൽഹംദുലില്ലാ, പടച്ച റബ്ബിനെ എങ്ങനെ സ്തുതിക്കണമെന്ന് എനിക്കറിയുന്നില്ല. അത്രക്കും അൽഹംദുലില്ലാ. മോളെ, സമാധാനമായി, ആയിക്കോട്ടെ. എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടിന് പഠിച്ചും തന്ന കണ്ടില്ലേ നല്ല ജീവിതം. എൻ്റെ കുട്ടി കുറേ കാത്തിരുന്നല്ലോ എൻ്റെ ആദ്യത്തെ ഭർത്താവിന് വേണ്ടി അല്ലേ? അന്നൊക്കെ ഞാൻ ചീത്ത പറയായിരുന്നു. എൻ്റെ കുട്ടി ക്ഷമിച്ച് നിന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ഷമ്മാസ്. മോളെ, കൈവിടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലാക്കി തരട്ടെ, ആമീൻ. എന്നാൽ അവരുടെ അയൽപ്പക്കങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു സംസാരമുണ്ടായിരുന്നു. എന്നാലല്ലേ ജ്യേഷ്ഠൻ കെട്ടിയ പെണ്ണിനെ അനിയൻ കെട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ, എടി ഓളെ മൂത്തച്ചി വന്ന് പറഞ്ഞത് കേട്ടതല്ലേ, കുട്ടികൾ ഇല്ലായിട്ട് ഒഴിവാക്കിയതല്ല മറ്റോനെ. ഇപ്പം അതവൻ കെട്ടണേ, ഇവൻ്റെ ഇങ്ങനെ കെണി പെട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടത് ആർക്കറിയാം. എന്നാലും ഷമ്മാസ് നല്ല ചെക്കനാട്ടോ. ഓൻ കാണുന്ന പോലെ ഒന്നല്ല, എല്ലാ കാര്യത്തിനും ഓൻ ഉഷാറാണ്. ഇപ്പതാ കല്യാണം കഴിച്ച് ഒഴിവാക്കി ആ പെണ്ണിനെ ഒരു ജീവിതം കൊടുത്ത് സംരക്ഷിച്ചു. അങ്ങനെയാണ് ആൺകുട്ടികൾ. അങ്ങനെ പറയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്, അസൂയക്കാരുമുണ്ട്. ഫസീലയുടെ ടീമിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട്. അവരെല്ലാം കുറ്റമാണ് പറയുന്നത്. തള്ളക്കിപ്പോൾ സന്തോഷമായി. ആദ്യത്തെ മരോൾ എന്തോരം ഇഷ്ടമാണ്. രണ്ടാമത്തെ മരോൾ ഫസീലാനെ തീരെ ഇഷ്ടമല്ലായിരുന്നു ആദ്യം. അങ്ങനെ തന്നെ ഓള് കാട്ടിക്കുട്ടിനൊന്നും തള്ളക്ക് പറ്റൂല, അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മൂപ്പത്തിയർക്ക് പറ്റിയൊരു മരുവളെ തന്നെ കിട്ടി. നല്ല പഠിപ്പും വിദ്യാഭ്യാസവും അതും ഉണ്ട്. വീട്ടിലെ പണി നല്ല കൊടുക്കും, നല്ല സ്വഭാവമാണ്, കാണാനും രസമുണ്ട്. ഒരു സാമ്പത്തികത്തിനും കുറച്ചൊരു മോശം മാത്രം പോലെ പെരക്കാർക്കുള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് കുട്ടി സെറ്റാണ്. അത് മതിയല്ലോ, എന്തിനാ സാമ്പത്തികം? ഷമ്മാസിനെ ഇവിടെ അത്യാവശ്യമില്ലേ? ഓലക്ക് കഴിവുള്ള ആസ്തി എത്രയാണ്? എത്ര തോട്ടങ്ങളാണ് കിടക്കണത്? ഏക്കർ കണക്കിന് തോട്ടങ്ങളും ഓനക്ക് ഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മട്ടത്തിൽ തന്നെയാണല്ലോ. എല്ലാവരും പൈസ ഉള്ളവർ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ സാമ്പത്തികമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, ഓള് വന്നത് ഇങ്ങോട്ടല്ലേ വന്ന് കയറിയിരിക്കണത്. അതുകൊണ്ട് ഓള് കഴിച്ചില്ലാവും. അതുമാത്രമല്ല, ഡോക്ടറാൻ പഠിക്കല്ലേ. ഇനിയിപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞൊരു 4ാമത്തെ കൊല്ലം കഴിഞ്ഞാൽ ഓൾക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്ക് ഇടുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായാലും സ്വന്തമായ ക്ലിനിക്ക് തന്നെ ഷമ്മാസ് ഇട്ട് കൊടുക്കും. പിന്നെ ഓള് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് കൂടിയുള്ള ഒരു ഹെൽപ്പിനാണ് ഞാൻ പഠിക്കുന്നതെന്നാണ്. അതായത് എല്ലാവർക്കുള്ള സൗജന്യ ചികിത്സ എന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും മാപ്പിള അടുത്ത് പൈസ ഉണ്ടായാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ അത്ര പൈസക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെയും ചെയ്യാം, നല്ല കൂലിപ്പാടുള്ള കാര്യമല്ലേ. അതന്നെയുള്ളൂ ഓളെ ചിന്ത. അതുപോലെ തന്നെ ഷമ്മാസിനും പിന്നെ അങ്ങനത്തെ ഒരു ചിന്താഗതിയല്ലേ. പള്ളിക്കൊക്കെ എത്ര ഭക്ഷണവും കൊടുക്കണത് ഉപ്പാൻ്റെ പേരിൽ ഹദിയ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ട് നല്ലൊരു ചെക്കൻ തന്നെ കേട്ടോ. ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോലും ദുആ ചെയ്യലും അവിടെ പുല്ല് പറിക്കലും ചെടി നടലും നനക്കലും അങ്ങനെയൊക്കെ ഏത് ചെക്കന്മാരെ ചെയ്യല്. ഈ പ്രായക്കാർ അതിന് കിട്ടുമോ? എവിടെ? പള്ളിയിൽ വെള്ളിയാഴ്ച പോലും പോയി ദുആ ചെയ്യാൻ മടിക്കണ പലരും ഉണ്ടാവും. ഷമ്മാസിൻ്റെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഭാഗ്യം, അല്ല എന്ത് പറയാനാ. അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. എന്നാലും ആ കുട്ടി ചെയ്തൊരു പരിപാടി നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അത്രയും കണ്ണീര് കുടിച്ച് നിൽക്കുന്ന നുസൈബാനെ ഏറ്റെടുത്തില്ലേ, അതും സന്തോഷം തന്നെയല്ലേ. അൽഹംദുലില്ലാ, ഹൈറിലാക്കി കൊടുക്കട്ടെ. പക്ഷെ ചിലോല് പറയേണ്ട കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ. എന്താ നോക്കി കാണാമല്ലോ ഞമ്മക്കൊക്കെ. കുട്ടികൾ അതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ്. ചിലവർക്ക് വേഗം ഉണ്ടാവും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
ഫൈസൽ കൊണ്ടാക്കിയത് ഇല്ലായിട്ടാണെന്നാണ് പറയുന്നത് കേട്ട് കേട്ടോ. കുന്താണ്, അങ്ങനെയൊന്നുമില്ല. ഓനെന്നെ ഓളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഓളായിട്ട് ഒന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ കുട്ടികളുണ്ടാവും, വെറുതെ കുട്ടികളുണ്ടാവുമോ? പല പല അഭിപ്രായങ്ങൾ അയൽവാസികളിലും നാട്ടുകാരിലും ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്തായാലും വേണ്ടില്ല, ഷമ്മാസിനെ നമ്മുടെ പ്രിയപ്പെട്ട നസീബ ഇണയായി വന്നിരിക്കുന്നു. ഷമ്മാസിനെ ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടില്ല, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അൽഹംദുലില്ലാ റബ്ബേ, അത് നടന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളെ ജീവിതത്തിൽ പഠിച്ചോനെ ആരും വരാഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ആയി കിട്ടിയില്ല. അൽഹംദുലില്ലാ, പഠിച്ച റബ്ബിനോട് ശുക്ർ പറയണം. അല്ലാ, ഒരു ഉംറ പെട്ടെന്ന് സെറ്റാക്കണം. ഞാനും എൻ്റെ ഹിജാബിയും ഉമ്മയും പോകണം. ആദ്യം പോകേണ്ടത് പരിശുദ്ധമായ ആ മണ്ണിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാകാം നാട്ടിലെ ടൂറും കാര്യങ്ങളുമൊക്കെ. ആദ്യം അവിടെ പോകാം. കഴിയുന്നത്ര ദിവസം നിന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ആ പുണ്യഭൂമിയൊക്കെ ഒന്ന് കണ്ടുവന്നിട്ട് ഇൻഷാ അല്ലാ ബാക്കി ഇവിടെ. ഷമ്മാസ് ഹിജാബിയെ വിളിച്ചു. ഹിജാബി, അപ്പം നമുക്ക് ഉംറയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എന്താ? ഞാൻ ഈ കേൾക്കുന്നത് സത്യത്തിൽ സത്യമാണോ? ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ പരിശുദ്ധ ഭൂമി കാണാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. റബ്ബിനോടെന്നും പറയാറുണ്ട്, റബ്ബേ, മരിക്കുന്നതിന് മുമ്പിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിലെത്തിയിട്ട് കഅബ ഷരീഫിൻ്റെ കില്ല പിടിച്ച് ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് സലാം പറഞ്ഞിട്ട് മരിച്ചാൽ മതി അല്ലാ. അതിനുള്ള ആയുസ് നീ എനിക്ക് നൽകണം എന്ന് ഞാൻ എന്നും ദുആ ചെയ്യാറുണ്ട് റബ്ബേ. എന്നാലും ഹിജാബി, നാളെ തന്നെ നമുക്ക് പാസ്പോർട്ടിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എമർജൻസി ആകുമ്പോൾ തന്നെ 5 ദിവസത്തിനുള്ളിൽ കിട്ടും, 5 or 3. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഉമ്മാക്കുണ്ട്, എനിക്കുണ്ട്. ഉമ്മാൻ്റെ പഠിത്തേ പുതുക്കിയതുള്ളൂ. ഉമ്മ അന്ന് ഹജ്ജിനും ഉംറക്കൊക്കെ പോയ സമയത്ത് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുതുക്കിയതാണ്. ഇപ്പോൾ അത് മതി. എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒന്ന് പോകേണ്ടി വരും. അതിനു മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ. തൻ്റെ ഭാഗ്യമോർത്തുകൊണ്ട് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ്റെ ഉമ്മയുടെ ആഗ്രഹം ഇതായിരുന്നു, റബ്ബേ, എൻ്റെ കുട്ടിക്കൊരു കുഞ്ഞിക്കാലിട്ടോ. അള്ളാഹുവേ, അത് അധികം വൈകിപ്പിക്കല്ലേ നീയെ. എല്ലാവരും അസൂയക്കാരാണ്. ആ അസൂയക്കാരെ എല്ലാം തട്ടി മാറ്റണേ അല്ലാ. റഹ്മാനെ, അവർക്ക് വേഗം നീ ഒരു കുഞ്ഞിക്കാല് കാണിച്ചു കൊടുക്ക്. കാരണം ആൾക്കാർ പറഞ്ഞു നടക്കുന്നു ഓരോന്ന്. എന്നാലും കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ അതാ നുസൈബ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് പത്തിരി ഉണ്ടാക്കാം കേട്ടോ. മോളെ, ഉമ്മ വരാം, ഒറ്റയ്ക്ക് കഴിയൂല. വേണ്ടുമ്മ, ഞാൻ എടുത്തോളാം. ഉമ്മാക്ക ചൂട് ചായ കൊടുക്കുന്നതിനിടയിലാണ് അത് പറഞ്ഞത്. മോളെ, ഞാൻ ദാ വരുന്നു. ഞാൻ നിസ്കാരക്കുപ്പായ നയിച്ചിരട്ടെ. നിസ്കാരം കഴിഞ്ഞാൽ മോൾ നിസ്കാരപ്പായലിരുന്ന് അങ്ങനെ ദിക്റും സ്വലാത്തും ചൊല്ലിച്ചില്ല എണീക്കാനങ്ങോട്ട് തോന്നൂല. വേണ്ടുമ്മ, ഉമ്മ ഇവിടെ ഇരുന്ന് ചൊല്ലിക്കോളും. ദിക്റും സ്വലാത്തും ഖുർആനും എല്ലാം ഓതിക്കോളും. ഇവിടെ ഇരുന്നിട്ട് ഇന്നുമ്മ തിരക്കിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. മരുമകളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് ഉമ്മയുടെ മനസ്സിൽ വല്ലാതെ കുളിരണിയിച്ചു. എന്നാലും പാവണം, ഒറ്റക്കാക്കാൻ പാടില്ല. മോളെ, ഉമ്മ വരാ. വേണ്ടുമ്മ, എന്തിന്? നിങ്ങളെ കാലൊക്കെ ഇനി വേദനയായി റെഡിയാക്കി വരുമ്പോഴേക്ക് ഉമ്മ കുഴപ്പമില്ല, അവിടെ ഇരുന്നോളി. ഞാൻ വേണമെന്ന് ഉമ്മാനെ വിളിക്കും, അപ്പോൾ വന്നാൽ മതി. ഉമ്മ ദിക്റ് ചൊല്ലിക്കോളൂ. ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. മോളെ, എൻ്റെ കുട്ടിക്ക് വേണ്ടില്ല, അത് പിന്നെ ആർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം? ആർക്ക് വേണ്ടി തന്നെയാണ് ദുആക്ക്. നുസൈബ പെട്ടെന്ന് കിച്ചണിലേക്ക് ചെന്ന് അതാ വെള്ളം വെക്കുന്നു. അതിലേക്ക് അല്പം ഉപ്പിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയിട്ട് ഇളക്കി നന്നായിട്ട് സെറ്റാക്കുന്നു. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് അതിലേക്ക് ആ പൊടിയിട്ട് നല്ല രീതിയിൽ വാട്ടിക്കുഴച്ച് അവൾ സോഫ്റ്റാക്കി എടുക്കുന്നു. അവൾ അത് കുഴക്കുന്നതിനിടയിൽ ഒരു കൈകൾ തൻ്റെ പിന്നിലൂടെ വരുന്നത് അവൾ അറിഞ്ഞില്ല. അവളെ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. അല്ലാ, അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, എന്തടി പേടിച്ചു പോയോ? ഈ ഷമ്മുക്ക് ഇനി ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്ങനെയൊക്കെ? അല്ലാ, ഞാൻ എൻ്റെ വയറിൻ്റെ ഉള്ളിലൂടെ ഒരു കാളൽ വന്നു. എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. ഞാൻ എല്ലായിടത്തും ഉണ്ടാവും, നീ ഉള്ള സ്ഥലത്തൊക്കെ ഞാനുണ്ടാകും. എന്താ, പേടിച്ചു പോയോ? ഞാനാകെ ടെൻഷനായി പോയി, എന്ത് സംഭവം എന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലും
ഷമ്മു വരുന്നേ വിചാരിച്ചില്ലല്ലോ. പള്ളിയിൽ നിന്ന് ഇത്ര നേരത്തെ വരാറില്ലല്ലോ. ഉമ്മ പറയാറുണ്ടല്ലോ അല്പം നേരം വൈകാറുണ്ടെന്ന്. ആ പള്ളിയിൽ പോയിട്ട് ചിലപ്പോൾ നേരത്തെ വരും. ഇപ്പം ഇനി നേരത്തെ വരാഞ്ഞാലും പറ്റില്ലല്ലോ. എൻ്റെ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പറ്റും എനിക്ക്. എന്താ ഷമ്മു ഇങ്ങനെ പറയുന്നത്? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹേയ് അത് പറ്റില്ല. നിൻ്റെ ഈ സോഫ്റ്റായ മൃദുലമായ കൈകൾ കൊണ്ട് ആ പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വാട്ടി വരുമ്പോഴേക്ക് നിൻ്റെ കൈകളാകെ വേദനിക്കൂലേ, ചുവന്ന് തുടുക്കൂലേ? അപ്പോൾ എൻ്റെ ഈ ബലമായ കൈകൾ കൊണ്ട് 2 കുഴ കുഴച്ചാൽ അതങ്ങ് സെറ്റായി കിട്ടും. പിന്നെ ഹിജാബി, പൊടി കുഴക്കണ മെഷീൻ ഉണ്ടല്ലോ, അത് ഒന്ന് വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ. ഹേയ് വേണ്ട കേട്ടോ, അതൊന്നും വേണ്ട. എന്തിന്? നമ്മളെ കൈകൾക്കൊരു ആരോഗ്യം കൂടി വേണ്ടേ? കൈകൾ നമ്മൾ കൂടുതലായിട്ട് പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈകൾക്ക് കൂടുതൽ എക്സസൈസാണിത്. ഇപ്പോൾ എക്സസൈസ് ചെയ്യുകയാണല്ലോ, എല്ലാം മെഷീൻ ഏറ്റെടുത്തിട്ടേ. ഇപ്പോൾ കൈകൾക്കൊന്നൊരു പണിയില്ല. അതുകൊണ്ട് ഇതൊക്കെ നല്ലതാണേ, കുറച്ച് ശരീരത്തിനൊരു അയവിന്. പെണ്ണെ മാറ്. നോക്ക്, എൻ്റെ ഈ ബലമായ കൈകൾ കൊണ്ട് ഞാൻ ഉമ്മാക്ക് ഇടയ്ക്കൊന്ന് കുഴച്ച് കൊടുക്കും. ഉമ്മ പറയും മോനെ നല്ല സോഫ്റ്റായി മതി എന്ന് പറയും. മാറ്, ഞാൻ സെറ്റാക്കി തരാം. വേണ്ട ഷമ്മുക്ക പ്ലീസ്, ഞാൻ ചെയ്തോളാം. ഹേ നിനക്ക് ഇനിയുണ്ടല്ലോ ഇഷ്ടം പോലെ ചെയ്യാനേ. മാറ്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ ആ ബലമുള്ള കൈകൾ കൊണ്ട് നല്ല രീതിയിൽ ആ ഗ്രാനൈറ്റ് കല്ലിലിട്ട് ഒന്ന് കുഴച്ചപ്പോൾ തന്നെ സംഭവം നല്ല സോഫ്റ്റായി വന്നു. വാവ്, ഇത്രയൊക്കെ ആയോ? മാഷാ അല്ലാ. അല്ലെങ്കിലും ആണുങ്ങൾക്ക് തന്നെയാണല്ലേ ബലം, പെണ്ണുങ്ങൾക്ക് ഇല്ല എന്നല്ല, ചില കാര്യങ്ങളിലുണ്ടാവും. പക്ഷേ ആണുങ്ങൾ വാരിയൽ കൊണ്ടല്ലേ ഞങ്ങളൊക്കെ പഠിച്ചത്. ഞങ്ങൾക്ക് അതിനകത്തുള്ളതേ ഉണ്ടാവുള്ളൂ. അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അറിയാമല്ലേ നിനക്ക്? പിന്നെന്താ, അതറിയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇനി മാറും ഷമ്മുക്ക, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളും. എന്തിന്? ബാക്കിയുള്ള പണി ഞാൻ ചെയ്തു തരാം. അത് ഒന്നുമില്ല, ഞാൻ ചെയ്തോളാം. അവൾ പെട്ടെന്ന് തന്നെ ആ മാവെല്ലാം ഉരുളകളാക്കി അത് പ്രസ്സിൽ പരത്തുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഇങ്ങതാ ഞാനത് ചെയ്തോളാം. വേണ്ടക്ക, ഞാൻ ചെയ്തോളാം. അത് കഴിഞ്ഞ് അവളതാ പെട്ടെന്ന് തന്നെ അവിടെ പൊടിയിട്ട് ഓടക്കുഴൽ കൊണ്ട് അത് പരത്തിയെടുക്കുന്നു. പത്തിരി. അല്ല, എന്തിനിങ്ങനെ പരത്തുന്നത്? പ്രസ്സിലമർത്തുമ്പോൾ തന്നെ അത് അത്യാവശ്യം വലിയ വട്ടത്തിൽ വരുന്നുണ്ടല്ലോ. അതോ, അത് നമ്മൾ പ്രസ്സിലമർത്തി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുമ്പോഴേ നല്ല നൈസ് പത്തിരി തയ്യാറാകും. എൻ്റെ വീട്ടിലൊക്കെ ഉമ്മാക്കൊക്കെ ഇങ്ങനെ തന്നെ പരത്തണം. ഉപ്പാക്ക് ഇഷ്ടമല്ല അങ്ങനെ പ്രസ്സിൽ മാത്രം ചെയ്യുന്നത്. പിന്നെ അതങ്ങ് ശീലമായി. അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് പ്രസ്സിലൊന്ന് അമർത്തിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓടക്കുഴകൾ കൊണ്ട് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് അവളതാ പരത്തുന്നു. ശരിക്കും ഷമ്മാസ് അത് കണ്ടു നിന്നു. എൻ്റെ പെണ്ണെ, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഓ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. വളരെയധികം നൈസായ വലിയ പത്തിരികളാണ് അവൾ പരത്തിയെടുത്തത്. അതാ ചൂടുള്ള കല്ലിലേക്കിട്ട് ചുട്ടെടുത്തപ്പോൾ അതൊറ്റ പൊള്ളനായി പൊങ്ങി വന്നു. ഷമ്മാസ് നോക്കി നിന്നു. ആഹാ, നിനക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. ഇതൊക്കെ കൊണ്ടാ ഞാൻ ചുടാം. വേണ്ട, ഞാൻ ചുട്ടോളാം. ചിലപ്പോൾ കരിഞ്ഞു പോയാലേ. വേണ്ട വേണ്ട. അല്ല പെണ്ണെ, എന്തിലേക്ക് കറി? അത് ബീഫ് ഫ്രിഡ്ജിലാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഇഷ്ടമാണ് ഇത്ര ബീഫ് കറിയും പത്തിരിയും. അതുകൊണ്ട് ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. അപ്പം എന്നോട് പറയണ്ടേ? ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? പെട്ടെന്ന് തന്നെ ഷമ്മാസ് ഫ്രിഡ്ജിൽ നിന്ന് ആ ബീഫ് എടുത്ത് അതാ കട്ട് ചെയ്യുന്നു. ഐസ് കാരണം കുറച്ച് പ്രയാസം തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് കഴിഞ്ഞാൽ ഒന്ന് റെഡി ആയിക്കോളും. അങ്ങനെ അതാ ബീഫൊക്കെ ഷമ്മാസ് കട്ട് ചെയ്ത് പത്തിരി ചുട്ട് കഴിഞ്ഞ് ഉള്ളിയൊക്കെ തൊലിച്ച് ചതച്ച് അവളതാ നല്ല സ്പെഷ്യലായിട്ട് ബീഫ് മസാലയൊക്കെ കൂട്ടി അത് അടുപ്പത്ത് തന്നെ വെക്കുന്നു. അല്ല പെണ്ണെ, കുക്കറിലല്ല ഇടേണ്ടത്? ആര് പറഞ്ഞു? കുക്കറിലിട്ടാൽ പെട്ടെന്ന് വേവും. പക്ഷേ വിറകടുപ്പിൽ കിടന്നിങ്ങനെ ആ മൺചട്ടിയിൽ ഇങ്ങനെ തിളച്ച് വേകുമ്പോഴേ ബീഫിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഓഹോ, എന്തെല്ലാം നീ നല്ല ഒരു പഴയ രീതിയിലുള്ള ജീവിതമാണ് കേട്ടോ നിൻ്റെത്. കുക്കിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അതെ ഷമ്മുക്ക, അതായിരിക്കും ടേസ്റ്റ്. നോക്കിക്കോ, ഇന്ന് ഉമ്മയെ കൊണ്ട് ഞാൻ സൂപ്പർ എന്ന് പറയിപ്പിക്കും. ഓഹോ, അപ്പോൾ ഉമ്മയുടെ ഇഷ്ടത്തിനാണല്ലേ? അപ്പം ഞാനൊക്കെ ആരാ? അല്ല, അങ്ങനെയല്ല. ഉമ്മക്ക് ഇഷ്ടമാണ് ബീഫും പത്തിരിയൊക്കെ. അതും നല്ല നൈസായിട്ട് പരത്തിയ പാവല്ലേ ഉമ്മ. ആരുണ്ടാക്കി കൊടുക്കാനാണ്? ഞാനല്ലാതെ.
ഉമ്മാക്ക് കഴിയൂല പഴയ പോലെ. ശരിക്കും അവളുടെ കാര്യത്തിൽ ഷമ്മാസ് അഭിമാനിക്കുന്നു. റബ്ബേ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി, ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൾ എന്തൊക്കെയാണ്, വെറുതെ അല്ല ഉമ്മാക്ക് ഇത്രയധികം. പെട്ടെന്ന് തന്നെ ആ ബീഫ് നല്ല രീതിയിൽ വേവിച്ചെടുത്ത് ചുവന്നുള്ളിയെല്ലാം അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് തേങ്ങാ കൊത്തുമിട്ട് വറവിടുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു സ്മെല്ല് വന്നു. ഷമ്മാസ് അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചു. വാഹു, മാഷാ അല്ലാ, ബിസ്മില്ലാ. മോളെ, അടിപൊളി. ഞാൻ ഇപ്പോഴത്തൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല, ശരിക്കും സത്യമായിട്ടും. അപ്പോഴേക്കും ചായക്ക് വെള്ളം വെച്ച് എല്ലാം റെഡിയാക്കി അവൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ഉമ്മയെ വിളിച്ചു. ഉമ്മ, ഉമ്മ. ആ മോളെ. ഓ, ഞാനൊന്നാണ്ട് മയങ്ങിപ്പോയി മോളെ. ഉമ്മ, ഇന്ന് ഇനി നീച്ചോളിട്ടോ. അല്ല, വെറും വയറ്റിൽ കുടിക്കാനുള്ള ഗുളിക കഴിച്ചോ? ഇത് കഴിക്കാൻ എപ്പോഴും മറക്കുന്നുണ്ട്, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നുസൈബ് അവർക്ക് വെള്ളവും ഗുളികയും എടുത്തു കൊടുത്തു. മോളെ, ഇത് പലപ്പോഴും മറക്കും. ഉമ്മ, ഇതിങ്ങ് മറക്കാൻ പാടില്ല, ഗ്യാസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എൻ്റെ കുട്ടി ചായയും കടയൊക്കെ ഉണ്ടാക്കിയോ? ആ ഉമ്മ വരി. അവൾ ഉമ്മയെ പിടിച്ചു കൊണ്ടുപോയി കൈ കഴുകി അവിടെ ഇരുത്തിച്ചു. ഉമ്മയുടെ പ്ലേറ്റിലേക്ക് പത്തിരി പിച്ചി പറിച്ചിട്ട് കൊടുത്ത് ആ ബീഫ് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു. റബ്ബേ, എന്തൊക്കെ എൻ്റെ കുട്ടി ഉണ്ടാക്കി വെച്ചതൊക്കെ എപ്പോ? അല്ല മോളെ, ഇത്രമാത്രമൊക്കെ എൻ്റെ കുട്ടി എളുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തോ? ഉമ്മ കഴിക്ക്. സമയം എത്രയായി ഉമ്മ? ഇക്ക, നവാസ്കയെ വിളിച്ചോളൂ കേട്ടോ. അങ്ങനെ അതാ നവാസ്കയും മക്കളും ഷമ്മാസും എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നവാസ് ആ പത്തിരി കണ്ട് ചോദിച്ചു, മാഷാ അല്ലാ, ഇത്രയ്ക്കും നല്ല നൈസായി, ഇത്രയും വട്ടമുള്ള പത്തിരി പഴയ കാലത്തൊന്നോ തിന്ന ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും. അത് നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയും. ഈ കറി എങ്ങനെയാണ് നുസൈബ നീ ഉണ്ടാക്കിയത്? ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക, കുക്കർ പരിപാടിയൊന്നും ഇവിടെ അടുത്ത് നടക്കൂല കേട്ടോ. ഇവളൊക്കെ വിറകടുപ്പിലാണത് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റും ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി ചായ കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. മേമ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, കഴിക്കും മക്കളെ, എല്ലാവരും കഴിക്കും. ഉമ്മ, മതിയോ? മോളെ, വയറ് നിറഞ്ഞു. ഉമ്മ ഗുളിക കുടിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ശരീരം ക്ഷീണിക്കാൻ പാടില്ല. ഒരെണ്ണം കൂടി, ഇത് നൈസ് പത്തിരിയല്ലേ മോളെ. ഞാൻ 5-6 തിന്നു. ഇറച്ചിയും കൂട്ടി തിന്നപ്പോഴേ വല്ലാത്ത രസം മോളെ. സത്യം പറഞ്ഞാൽ പണ്ടെന്നോ തിന്നൊരു ടേസ്റ്റ്, എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നൊരു രുചി മോളെ ഇതിൽ. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നുസൈബക്ക് മനസ്സിൽ സന്തോഷമായി. ഷമ്മാസ് അവളെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു, ക്രെഡിറ്റൊക്കെ നീ നേടിയെടുക്കും അല്ലേ പെണ്ണേ? അത് കേട്ട് അവൾ ചിരിച്ചു. എന്താടാ ഉമ്മ ചോദിച്ചു. അല്ലേ, ഈ ഫുഡ് നമ്മളൊക്കെ എത്രയോ ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്ന അവൾക്കാണല്ലോ. ആ, അവളാ മട്ടത്തിന് ഉണ്ടാക്കും, അവൾക്ക് എളുപ്പപ്പണി പറ്റൂല, ഉള്ളത് നല്ല രുചിയോടെ ടേസ്റ്റോടെ കൂടി ഉണ്ടാക്കും. വെറുതെ അല്ലേ ഉമ്മാക്ക് നുസൈബ എന്ന് പറയുമ്പോൾ തേനും പാലൊഴുകുന്നത്. ഇങ്ങനെയൊക്കെയാണല്ലേ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം, വെറുതെ അല്ല. ആ, ആയിക്കോട്ടെ. അവരുടെ സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു ജീവിതം, ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ എന്നും ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനിടയിൽ മറ്റാളെങ്ങാനും കടന്നു വന്നാൽ എല്ലാം കെട്ടടങ്ങി പോകുന്ന രീതിയിലായിരിക്കും. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.